ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. മുന്നേ ഞാൻ പറഞ്ഞിരുന്നു മുറ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്നൊക്കെ. അതിന് ക്ഷമിക്കണം കേട്ടോ, ആദ്യം ഞാൻ പിള്ളേരുടെ കാര്യങ്ങളാണ് ആദ്യം ഉണ്ടാക്കി കാട്ടിയത്. ഇന്നിപ്പോൾ നമുക്ക് മുറ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് വനിതയുടെ പേപ്പർ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഞാൻ പെൻസിൽ വെച്ചിട്ട് കേട്ടോ അത് ചുരുട്ടിയെടുക്കണത്. പപ്പടക്കോലും വെച്ച് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഭയങ്കര ചെറിയ ഇതായിട്ടാണ് കിട്ടുക. ഇതെനിക്കൊരു ഇത്തിരി വീതിയും വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പെൻസിൽ വെച്ച് ചുരുട്ടിയെടുക്കണേ. അപ്പോൾ മടക്കി അത് ശരിക്കും അങ്ങനെ കിട്ടാൻ നല്ല ലെവൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മുറത്തിന് അതിൻ്റെ ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മറ്റേതാകുമ്പോൾ വളരെ ചെറുതായിട്ട് പോവില്ലേ, ചെറുതായി ഭംഗി ഉണ്ടാവും. പക്ഷേ എന്തോ ഞാൻ ഇത്തിരി വലുതായിട്ടാണ് എടുക്കണേ. കണ്ടോ ഇതുപോലെ. എന്നിട്ട് എൻ്റെ ഏറ്റവും നമ്മൾ പശ വെച്ച് ഒട്ടിക്കുക. ഇതുപോലെ ഒരു 40-45 എണ്ണമെങ്കിലും വേണ്ടി വരും ഒരു മുറ ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ റോളുകൾ ഒരു 10-40 എണ്ണം അതിൽ കൂടുതലായിട്ട് വേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ലെവലിൽ നമുക്ക് വേണമല്ലോ മെടയാനായിട്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു 45 എണ്ണം ഉണ്ടാക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് മെടയാം. അതെങ്ങനെ മെടയാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു വരി ഇങ്ങനെ വെച്ചിട്ട് ആ വരിയിൽ ഒരു 10-25 പേപ്പർ ഇങ്ങനെ നീളനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അതിന് മേലെ വീണ്ടും ഇതുപോലെ ഒരു പേപ്പർ ഇങ്ങനെ വെച്ച് ഒട്ടിക്കുക. ഒരു റോൾ ഇതുപോലെ വെച്ച് ഒട്ടിക്കുക. അപ്പം പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിടിച്ച് മെടയാനായിട്ട് എളുപ്പമായിരിക്കും. കണ്ടോ ഇതുപോലെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ. ഞങ്ങൾക്ക് പിടിച്ച് മെടഞ്ഞെടുക്കാം. ആദ്യത്തെ ഇതെടുക്കുക, പിന്നെ രണ്ടാമത്തേത് വിടുക, പിന്നെ മൂന്നാമത്തെ എടുക്കുക, പിന്നെ നാലാമത്തെ വിടുക, പിന്നെ അഞ്ചാമത്തെ എടുക്കുക. നമ്മൾ ഓലയൊക്കെ മണിയില്ലേ അതേപോലെ ഒരെണ്ണം വിട്ട് ഒരെണ്ണം എടുത്ത് അങ്ങനെ എടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ട് ഏറ്റവും വരെ ഇതുപോലെ എടുക്കുകയാണ്. ഞാൻ പശ വെച്ച് നല്ലപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് അങ്ങനെ പൊക്കി പിടിച്ചെടുത്ത് മെടയണ പോലെ തന്നെ ഫുള്ള് ഈ ലെവൽ വരെ നമുക്ക് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇത് വെച്ച് കൊടുക്കാം. കണ്ടോ ഏറ്റവും വരെ ഇങ്ങനെ മെടഞ്ഞെടുക്കട്ടോ. അങ്ങനെ പൊക്കിയെടുത്ത് ഓരോന്നായിട്ട് ഇനി അടുത്തത് വിടുക, അടുത്തത് എടുക്കുക. അങ്ങനെ ഗ്യാപ്പ് വിട്ട് അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഒരു റോള് നമ്മൾ ചുറ്റിയ ഒരു പേപ്പറുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഏറ്റവും വരെ വെച്ച് കൊടുക്കുക. പശ വേണമെങ്കിൽ ഓൾറെഡി വെച്ച് ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ അവിടെ ഉറച്ചിരുന്നോളും. അങ്ങനെ വേണമെങ്കിൽ പശ വെച്ച് ഒട്ടിക്കാം. ഞാൻ പശ വെച്ച് ഒട്ടിച്ചിട്ടില്ല, നേരെ അങ്ങനെയായിട്ട് ഇറക്കി വെച്ചേക്കാണ് കേട്ടോ. ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എടുക്കുക. രണ്ടാമത്തെ പേപ്പർ പിടിക്കുക, നല്ലപോലെ ഏറ്റവും വരെ ഇറക്കി വെക്കണേ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലെവലിൽ രണ്ടാമത് വരണേ കുറ്റി എടുക്കുക, മൂന്നാമത്തെ കുറ്റിയെ വിടുക, നാലാമത്തെ കുറ്റി എടുക്കുക, അഞ്ചാമത്തെ കുറ്റി വിടുക. അങ്ങനെ ഏറ്റവും വരെ നമ്മൾ ഓല മെടയുന്ന പോലെ അങ്ങനെ ഓരോ ഇഴകളും ഗ്യാപ്പ് വിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ മെടഞ്ഞെടുക്കുക. ഇത് ഫുള്ളായിട്ട് ഏറ്റവും വരെ മെടഞ്ഞെടുക്കണം. ഓരോന്ന് വെച്ചും മെടഞ്ഞെടുക്കുക. മെടഞ്ഞെടുക്കുമ്പോൾ ഓരോന്ന് ഇങ്ങനെ ശരിക്കും വരി അട്ടിയിട്ട് അങ്ങനെ നീക്കി വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എല്ലാം ഇതുപോലെ എടുക്കുക, ഗ്യാപ്പ് വിട്ട് എടുത്ത് വീണ്ടും നമുക്കിത് പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. മെടഞ്ഞെടുക്കുക, നല്ലപോലെ മെടഞ്ഞെടുക്കാം. ഇത് മുന്നേ ഞാനൊരു ഫ്ലവർ ബോട്ടിൽ ഉണ്ടാക്കിയ വീഡിയോയിൽ കാണാം അങ്ങനെ മെടഞ്ഞെടുക്കണത്. ഫസ്റ്റത്തെ എപ്പിസോഡ് ഇതിൽ കാണാം. ഞാൻ നന്നായി ടൈറ്റ് ചെയ്ത് അടിയിലേക്ക് ഇറക്കി കൊടുക്കുക. അങ്ങനെ ഫുള്ള് നമുക്ക് മെടഞ്ഞെടുക്കാം. നെക്സ്റ്റ് വരെ ഇത് ഫുള്ളായിട്ട് മെടഞ്ഞെടുക്കാം. കണ്ടോ ടൈറ്റ് ചെയ്ത് അടിയിലേക്ക് എത്തിക്കണം കേട്ടോ. ഒന്നും ഗ്യാപ്പ് ഇടാണ്ട്. ഇച്ചിരിയൊക്കെ ഗ്യാപ്പ് വരും, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നന്നായിട്ട് എടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് നമ്മളത് മെടഞ്ഞെടുത്തു. ഇനി അതിൻ്റെ സൈഡ് വശങ്ങളിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 3 എണ്ണം കൂട്ടി ഒന്നിച്ച് യോജിപ്പിച്ച് ഒട്ടിച്ച് വയ്ക്കുക. അതിൻ്റെ സൈഡിൽ ഒട്ടിക്കാനാണ്, മുറത്തിൻ്റെ വക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ 3 എണ്ണം നമ്മൾ പശ വെച്ച് 3 എണ്ണത്തിൽ ഒന്നിച്ച് ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ മൂലകളിൽ കണ്ടോ ഈ സൈഡുകളിലായിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്.
ഓരോ മൂലകളിലും ഇതുപോലെ 3 വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ വക്കിന് പൊക്കം കിട്ടി മുറത്തിൻ്റെ ഷേപ്പ് അങ്ങോട്ട് വരും. കണ്ടോ? അങ്ങനെ 4 മൂലകളിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ? ഇത് മുറത്തിൻ്റെ ബാക്ക് ഭാഗമാണ്. കണ്ടോ? ബാക്ക് ഭാഗം നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ടോ നമുക്ക്? കണ്ടോ? ഇത് ഫ്രണ്ട് ഭാഗം. കണ്ടോ? വക്കൊക്കെ കണ്ടോ? 4 ഭാഗവും വക്ക് ഇത്തിരി പൊന്തിരിക്കാനാണ് നമ്മളിത് 3 വെച്ച് കൂട്ടി ഒട്ടിച്ചിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുത്തതും. അപ്പോൾ അത് പൊന്തിങ്ങനെ ഇരിക്കും. കണ്ടോ? ഭംഗിയുള്ളൊരു മുറ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ അവർക്ക് ഇഷ്ടമായെന്ന്